എനിക്ക് നമ്മളെ വീട്ടമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ബസ് കയറാനായിട്ട് കുട്ടിയത്ത് നിന്നു. അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ബസ് കയറാൻ കുട്ടിയത്ത് നിന്നപ്പോൾ ഒരു പയ്യൻ അതെൻ്റെ തോളിൽ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യനാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്കൂലി കളഞ്ഞ് എനിക്കൊരു 20 രൂപ തരുമെന്ന് ചോദിച്ചു. ഞാൻ ഉള്ളതാണെന്ന് വിചാരിച്ച് ഞാൻ 20 രൂപ കൊടുത്തു. ഇവനെ ബസ്സിൽ കയറി പോകുന്നത് ഞാൻ കണ്ട് ഞാൻ എൻ്റെ ബസ് വന്ന് ഞാനും കയറിപ്പോയി. ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്റ്റോപ്പിൽ തന്നെ ഞാൻ ബസ് കയറാൻ നിന്നപ്പോൾ ഈ പയ്യൻ വീണ്ടും വന്ന് എൻ്റെ തോളി തട്ടി. ഞാനത് അറിഞ്ഞ് കാണത്തില്ലായിരിക്കും. തോളി തട്ടിട്ട് പറഞ്ഞ് നോക്കിയപ്പോൾ ഇവനാ. ഞാൻ ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് വിശക്കുന്നൊരു 50 രൂപ തരുമോ ചോറുണ്ണാനാണ് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നി. കാര്യം ഇവൻ്റെ സ്ഥിരം തൊഴിൽ ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു എന്താ നിൻ്റെ വീട്ടിൽ ആരും ഇല്ലേ? ഉണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച് നീ പഠിക്കാൻ പോകുന്നില്ലേ? ഞാൻ പഠിക്കാൻ പോകുന്നു, ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ കഴിയേണ്ട ടൈം അല്ല അന്നേരം. അത് മാർച്ച് കഴിഞ്ഞാലേ പരീക്ഷയൊക്കെ തരുള്ളൂ. ഇത് അതിന് മുമ്പെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് നിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മ ആരെങ്കിലും ഒരാളെ നമ്പർ ഇങ്ങോട്ട് ഞാൻ വിളിച്ച് ചോദിക്കട്ടെ നിന്നെ എന്താ ഇങ്ങനെ വിട്ടേക്കുന്നത്, നീ എന്താ ഈ ഇത്ര കൊച്ചിലെ ഇങ്ങനെ ശീലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് ഒഴിഞ്ഞു മാറി ദൂരെ മാറി ഇയാൾ അങ്ങ് പെട്ടെന്ന് നടന്നങ്ങ് പോയി. നടന്നു പോയി ആ സ്റ്റോപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കാണാം വേറൊരു പെൺകൊച്ച് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന കൊച്ചിനോട് ഇവൻ പൈസ ചോദിക്കുന്നു. അത് ബാഗിൽ നിന്ന് 100 രൂപ ഒരു നോട്ടെടുത്ത് അവന് കൊടുക്കുന്നു. ഇവ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് ഇവൻ നടന്നങ്ങ് പോയി. അപ്പം അവൻ്റെ നല്ല പ്രായത്തിൽ നല്ല ഭാവിയിൽ അവൻ എന്തായി മാറും? ഇങ്ങനെ നാട്ടുകാരെ നിന്ന് കാശൊക്കെ മേടിച്ച് ഇവന് 5 ചോദിച്ച് 50 ചോദിച്ച് 100 ചോദിച്ച് ഇങ്ങനെ ഇവനൊരു വഷളനായി തന്നെ വളരും. എനിക്ക് ഇവൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇതിലിടാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതേ കണക്കൊരു ദിവസം ഇവൻ എന്നെ കണ്ടില്ല, ഞാൻ കണ്ട ഓരോരുത്തരെടുത്ത് ഇവൻ പൈസ ചോദിക്കുന്നു. അന്നേരം ഇവൻ്റെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. പിന്നെ അച്ഛനമ്മമാർക്കൊരു വിഷമം ഉണ്ടാവും എന്ന് കരുതി മാത്രമാണ് ഇവനെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടാതിരുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനും 2 മക്കളെ വളർത്തിയ ഒരു തള്ളയാണ്. ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. അവരെ എംകോം ബികോമും ഒക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും കൊടുത്തു. നല്ല 2 ആൺമക്കളാണ് എനിക്കുള്ളത്. നല്ല രീതിയിൽ തന്നെ ഞാൻ വളർത്തിയെടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് അമ്മമാരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. കാര്യം ഇപ്പോഴത്തെ മക്കളെ കോളേജിൽ ചേർക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരുടെ സ്കൂൾ ടീച്ചറിൻ്റെ നമ്പർ മേടിച്ച് വെക്കണം. എന്നിട്ട് ഇവർ ക്ലാസ്സിൽ കയറാത്ത ദിവസം വീട്ടിൽ വിളിച്ച് പറയണമെന്ന് സാറന്മാരോട് പ്രത്യേകം പറയണം. അതായത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കോളേജിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് പോവുക, കണ്ട ബീച്ചുകൾ തോറും കണ്ട തണൽ മരങ്ങൾ തോറും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് വീഡിയോ എടുത്ത് ഇതിലിടാൻ വയ്യാത്തതുകൊണ്ടല്ല. പിന്നെ പോട്ടെ, നമുക്ക് ഇങ്ങോട്ടൊന്ന് പറയാം എന്ന് കരുതിയാണ് വീഡിയോ എടുത്തിടുമ്പോൾ അവരുടെ ഭാവിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടമ്മമാരോട് ഇത് പറയുന്നത്. നമ്മൾ അമ്മമാരും മക്കളെ വളരെയേറെ ശ്രദ്ധിക്കണം. എനിക്ക് ചോദിക്കുക അച്ഛന്മാർക്ക് ശ്രദ്ധിച്ചുകൂടെ എന്ന്. അവർക്ക് സമയം കിട്ടത്തില്ല. കാര്യം അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പോയി കിട്ടുന്ന അധ്വാനിക്കുന്നവരാണ് നമ്മുടെ അച്ഛന്മാരെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹസ്ബൻഡ് അവരുടെ പിള്ളേരുടെ അച്ഛന്മാരെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം കുറവാണ്. കൂടുതൽ മക്കളെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടുള്ളത് വീട്ടമ്മമാർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പഠിത്തമില്ലാത്ത ദിവസം ഈ പെമ്മക്കൾ എവിടെയാണ് ഈ ഇറങ്ങി പോകുന്നത്? അത് നിങ്ങൾ എന്തുകൊണ്ട് തിരക്കുന്നില്ല? നമ്മൾ ബസ് സ്റ്റോപ്പുകളിൽ കാണുന്നുണ്ട് 5, 6 എണ്ണമൊക്കെ ഇടുക്കിലോട്ട് കയറി അങ്ങോട്ട് കയറി എന്തെല്ലാമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ ബസ്സിൽ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ കയറി ഇരുന്നുകൊണ്ട് ഇതൊക്കെ കാണിക്കും. ഇതൊക്കെ ഈ ലോകത്തുള്ള ആൾക്കാരല്ലേ കാണുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ അഴിച്ചു വിടുന്ന അമ്മമാർക്കല്ലേ ഇതെന്തായാലും പ്രശ്നം. അപ്പം നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഇവരിങ്ങനെ ഒരു ആമ്പിളാരൂടെ പോവുക, കൂട്ടുകൂടി നിൽക്കുക, മുതിർന്ന ആൾക്കാർ കൊണ്ടുപോകുക, ഇവർക്ക് മയക്കുമരുന്നുകൾ കൊടുക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നു. അപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മമാരും കൂടെ ഈ മക്കളെയൊക്കെ കുറേ ശ്രദ്ധിച്ചാൽ, അതായത് ആ മക്കളെയും പെമ്മക്കളെയും ശ്രദ്ധിക്കുക. അതായത് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ നല്ല അടി വെച്ച് കൊടുക്കുക. അതാ വേണ്ടുന്നത്. അടിച്ചെടുത്തങ്ങ് പെരയ്ക്കാത്തിടണം. അതാണ് നമ്മൾ അമ്മമാരെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ മക്കളെ, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, നമ്മൾ പ്രസവിച്ച മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ വയ്യെങ്കിൽ പിന്നെ അവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ലോകത്ത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു പോലീസുകാരന് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അമ്മമാർ തുനിഞ്ഞിറങ്ങിയാൽ നമ്മളെ മക്കൾ നന്നാവും. അതുകൊണ്ട് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഖത്തിന് വേണ്ടി നിങ്ങളെ മക്കളെ ആരെങ്കിലും പോട്ടെ എന്നും പറഞ്ഞ് വിടരുത്. വീട്ടിലെ ശല്യം കൊണ്ട് ഇറങ്ങിപ്പോട്ടെ എന്ന് കരുതരുത്. അവർ എങ്ങോട്ടാണോ പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ലാതാണ് ഇപ്പോഴത്തെ മക്കളെ പോകും. അതുകൊണ്ട് വീട്ടമ്മമാർ നമ്മളെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ 2 മക്കളെ വളർത്തി. ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സ്കൂൾ കോളേജ് കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ റൂമുകളായാലും അവരുടെ ഉടുപ്പ് പോക്കറ്റ് ബാഗ് ഇതെല്ലാം ചെക്ക് ചെയ്താണ് ഞാനും വളർത്തിയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അവർ വളർന്നിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമല്ല, കുഴപ്പമില്ല.